ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇന്നത്തെ തീറ്റ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എപ്പോഴത്തെയും പോലെ ആസ് യൂഷ്വൽ നമ്മുടെ ലെൻസ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് ചോദിച്ചാൽ നല്ല അടിപൊളി ബസ്മതി അരിയിൽ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ റൈസ് ഉണ്ട്. ഈ ഒരു ടൊമാറ്റോ റൈസിന്റെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. ഇത് വെറും ഒരു ടൊമാറ്റോ റൈസ് ആയിട്ട് നമുക്ക് തള്ളി കളയാൻ പറ്റില്ല. സത്യം പറയാലോ, 1-2 പീസ് ചിക്കൻ കൂടി ഉണ്ടെങ്കിൽ ഇതൊരു ചിക്കൻ ബിരിയാണി ആയിട്ടോ. കാരണം എക്സാക്ട് ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു തക്കാളി ചോറിന്. പിന്നെ അതിന്റെ കൂടെ ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ നല്ല അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ട്, അതാണ് ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതും ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും കുറച്ചേ കഴിച്ചുള്ളൂ. സോ വി തോട്ട് വൈ നോട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ. ടൊമാറ്റോ റൈസിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നല്ല അമ്മൂമ്മ തന്നെ വീട്ടിലുണ്ടാക്കിയ കട്ടി തൈരിൽ നമ്മൾ സാലഡ് ഉണ്ടാക്കി. ഇതിൽ വന്നിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളകും ക്യാരറ്റും ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാട്ട് മസാലയും കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. അതിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഞാൻ കുഴച്ച് ഒരു വായ ആദ്യം കഴിക്കാൻ വേണ്ടി പോണ്. അതിൻ്റെ ഇടയിൽ അമ്മൂമ്മ അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ തമാശ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് പനീർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റ് പനീറാണ്. നമ്മൾ പണ്ടൊക്കെ ഇവിടെ നന്ദിനിയുടെ പനീറായിരുന്നു വാങ്ങുക കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഇടയായിട്ട് അമൂലിൻ്റെ പനീറാണ് വാങ്ങാറ്. എനിക്ക് നന്ദിനിയെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു അമൂലിൻ്റെ പനീർ. നന്ദിനിയും ഭയങ്കര സോഫ്റ്റ് പനീറാണ്, പക്ഷെ അമൂലിൻ്റെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ എന്തോ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അമൂലിൻ്റെ പനീറാണ് കേട്ടോ വാങ്ങാറ്. അപ്പം നിങ്ങൾ ആരെങ്കിലും അമൂലിൻ്റെ പനീർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി പനീറാണ്. ഞാൻ പറഞ്ഞു വന്ന് അമൂലിന് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കണ പോലെ ആയി ഗൈസ്. പക്ഷെ നല്ല പനീറാട്ടോ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ റൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു 1.5 റൈസ് ആയിരുന്നു ഇത്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ചേച്ചി തന്നെയാണ് ഉണ്ടാക്കി തന്നത് കേട്ടോ. പക്ഷെ ഇതിന്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ചേച്ചിക്ക് കൊടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ ആൾ അതേപോലെ തന്നെ ഉണ്ടാക്കി. വെള്ളം ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും പണി കിട്ടും, ചോറ് ഭയങ്കര കുഴഞ്ഞ പോലെയാവും. പക്ഷെ ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. പിന്നെ പനീർ ബട്ടർ മസാലയും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഇത് പനീർ അല്ല കേട്ടോ, ഇത് ടോഫു ആണ്. അപ്പം നമ്മുടെ ടോഫുവും പനീറും ലുക്ക് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ടേസ്റ്റ് വൈസ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ പനീർ എന്ന് പറയുന്നത് കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫലോ മിൽക്കിലാണ് പ്രിപ്പയർ ചെയ്യാറ്. പക്ഷെ നമ്മുടെ ടോഫു വന്നിട്ട് സോയ് മിൽക്കിലാണ് പ്രിപ്പയർ ചെയ്യാറ്. ആൻഡ് നമ്മുടെ പനീർ വന്നിട്ട് സൗത്ത് ഏഷ്യൻ ക്വിസീൻ ആണ്, ബേസിക്കലി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. പക്ഷെ ടോഫുവിന്റെ ഒറിജിൻ വന്നിട്ട് ചൈന ആണ് കേട്ടോ. ആൻഡ് എനിക്ക് കഴിച്ചപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പനീറിൽ കുറച്ചുകൂടെ ഫാറ്റ് കോണ്ടന്റ് ഉണ്ട്, പക്ഷെ ടോഫുവിൽ ഫാറ്റ് ഭയങ്കര മിനിമൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. ആൻഡ് ഐ ഗെസ് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ടോഫു ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ കമ്പയർഡ് ടു പനീർ. പക്ഷെ ഇതിനെ കറി വെക്കുന്നതിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ പനീർ ബട്ടർ മസാല എങ്ങനെയാണോ ഉണ്ടാക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ ടോഫുവിനെയും പ്രിപ്പയർ ചെയ്തത്. കറിയുടെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് പനീറിനെ നമ്മൾ ബട്ടറിൽ ഒന്ന് സോട്ടേ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ടോഫുവിനെയും സോട്ടേ ചെയ്തു കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. പക്ഷെ പനീറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹാർഡാണ് ടോഫു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.